ഹായ് ഹലോ എല്ലാവർക്കും മനോസ് വെജ് ക്ലബിൻ്റെ യൂറോപ്പ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന റോമൻ ഫോറത്തിൻ്റെ അതുപോലെ തന്നെ വത്തിക്കാൻ്റെയും കാഴ്ചകളാണ്. അതിനുശേഷം നമ്മൾ നേരെ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഫ്ലിക്സ് ബസ്സിൽ പോകുന്നത് മറ്റെവിടേക്കുമല്ല, വെനീസിലേക്കാണ്. രാത്രി ഉറക്കം ബസ്സിലായിരുന്നു. നല്ല രീതിയിൽ നടന്നതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഉറങ്ങിയിട്ടോ, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പം സമയം രാവിലെ ഏകദേശം 5:55 ആയിട്ടുണ്ട്. ദൂരെയായിട്ട് നമുക്ക് സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ച കാണാനുണ്ട്. റോമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എത്തിയപ്പോൾ തണുപ്പ് കൂടുതലായിട്ടാണ് ഫീൽ ചെയ്തത്. ഇവിടെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന റൂം എയർബിഎൻബിയിൽ തന്നെയാണ്. അവരുടെ ചെക്ക് ഇൻ സമയം ഉച്ചയ്ക്കാണെങ്കിലും നമ്മളോട് രാവിലെ വന്ന് ലഗേജ് വെച്ചിട്ട് ഫ്രഷ് ആയിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. കാരണം നമ്മൾ വെനീസിലേക്ക് കറങ്ങാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് രാത്രി മാത്രമേ വരാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി അവിടുന്ന് വെറും 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ റൂമിലെത്തി ലഗേജ് വെച്ച് ഫ്രഷ് ആയതിന് ശേഷം ഇറങ്ങിയതാണ് കേട്ടോ. ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളിവിടുന്ന് എടുക്കുന്നത് ബസ്സിലെ ടിക്കറ്റാണ്. ഇവിടെ അങ്ങനെ ഡേ പാസ്സൊന്നും ഇല്ല തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരുമ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷനും കൂടിയേ വേണ്ടൂ. അപ്പോൾ €1.5 ആണ് ഒരു ടിക്കറ്റിന്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഏകദേശം ഇവിടേക്ക് ഒരു 15 മിനിറ്റ് യാത്രയാവും ഉണ്ടായിട്ടുണ്ടാവുക. ഇനി വെനീസിലെ കുറിച്ച് പറയുകയാണെങ്കിൽ വടക്കൻ ഇറ്റലിയിലുള്ള ഒരു നഗരമാണ് വെനീസ്. നമ്മളിൽ ഒരുവിധം എല്ലാവരും ഈ മെർച്ചൻ്റ് ഓഫ് വെനീസ് അഥവാ വെനീസിലെ വ്യാപാരി പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവും. ഇതിലൂടെ ആയിരിക്കും വെനീസ് എന്നുള്ള പേര് പലരും ആദ്യം കേട്ടിട്ടുണ്ടാവുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ കേട്ടിട്ടുള്ളത്. ജലത്തിൻ്റെ നഗരം, അതേപോലെ തന്നെ പാലങ്ങളുടെ നഗരം, പ്രകാശത്തിൻ്റെ നഗരം എന്നീ പേരുകളിലൊക്കെ വെനീസ് അറിയപ്പെടുന്നുണ്ട്. പലരും വെനീസിനെ കണക്കാക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു നഗരമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നമ്മളും വെനീസ് കാണാൻ വന്നിട്ടുള്ളത്. ഈ പാലത്തിന് മുകളിൽ നിന്ന് നമ്മളൊന്ന് ചുറ്റുപാട് നല്ല രീതിയിൽ നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ നടത്തം ആരംഭിച്ചു. രാവിലെ ആവുന്നതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അധികം തിരക്ക് നമുക്കിവിടെ ഫീൽ ചെയ്തില്ല. തെരുവോര കച്ചവടക്കാരൊക്കെ അവരുടെ കച്ചവടം തുടങ്ങാനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇനി വാങ്ങാൻ മറന്നാലോ വിചാരിച്ച് തുടക്കത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഒരെണ്ണം വാങ്ങി. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ഗാർഡൻ കണ്ടു കേട്ടോ. ഗാർഡൻ നമ്മുടെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് എന്തായാലും ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ടൂറിസം പ്രധാന വരുമാന മാർഗമായി കാണുന്ന ഇവിടേക്ക് ഓരോ വർഷവും ചുരുങ്ങിയത് 1.5 കോടിയെങ്കിലും ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെന്നാണ് കണക്ക്. ഏകദേശം 60,000-ഓളം സ്ഥിര താമസക്കാരാണ് ഇവിടെയുള്ളത്. നമ്മളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം റിയാൾട്ടോ ബ്രിഡ്ജാണ്. അതിനെ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മൾ നടക്കുന്നത്. പക്ഷേ ഈ നടത്തം വേറൊരു നടത്തല്ല കേട്ടോ. കാരണം ഇവിടെയുള്ള ഈ തെരുവുകളിലൂടെയുള്ള നടത്തവും അതുപോലെ തന്നെ ഇവിടെയുള്ള പാലങ്ങളുടെയും കനാലുകളുടെയും കാഴ്ചയും ഇവിടെയുള്ള കെട്ടിടങ്ങളുടെ ആർക്കിടെക്ചറൊക്കെയാണ് വെനീസിനെ സുന്ദരമാക്കുന്നത്. ഇവിടെ കൂടുതലും ഇതുപോലെയുള്ള ഇടുങ്ങിയ തെരുവുകളാണ്. അത് കൂടെ നടക്കാനൊരു പ്രത്യേക രസമാട്ടോ. അതുമാത്രമല്ല എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെയുള്ള കല്ലുകൾക്ക് പോലും പ്രത്യേക ഭംഗിയുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സൈഡിലായിട്ട് നിറയെ കച്ചവടങ്ങളുണ്ട്. ഡ്രസ്സുകളും ഫാൻസി സ്റ്റോറുകളും അതുപോലെ തന്നെ സുവനീർ ഷോപ്സും എല്ലാം ഉണ്ട്. വെനീസിൻ്റെ തന്നെ ജീവനാഡി എന്നറിയപ്പെടുന്ന കനാലാണ് കേട്ടോ ഇത്, ഗ്രാൻഡ് കനാൽ. ഇവിടെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ സാധനങ്ങൾ എത്തിക്കുന്നതും ആളുകളെ എത്തിക്കുന്നതൊക്കെ ഈ ഗ്രാൻഡ് കനാൽ വഴിയാണ്. അതായത് നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ ധർമ്മമാണ് ഇവിടെ ഈ കനാൽ ചെയ്യുന്നത്. ഈ കനാലിൻ്റെ 2 സൈഡിലായിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ കാണുന്ന ബ്രിഡ്ജാണ് റിയാൾട്ടോ ബ്രിഡ്ജ്. ഇവിടുത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ ഒന്നാണ്. ഗ്രാൻഡ് കനാലിന് കുറുകെ നിർമ്മിച്ച ആദ്യത്തെ ഏറ്റവും വലിയ പാലാണ് ഈ റിയാൾട്ടോ ബ്രിഡ്ജ്. ഇവിടെയുള്ള സാൻ പോളോ അതുപോലെ തന്നെ സാൻ മാർക്കോ ഈ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ പാലാണ്. 1591 നിർമ്മിച്ച പാലാണിത്. ഇപ്പോഴും അതേ പ്രൗഢിയോടുകൂടി ഇതിവിടെ നിലനിൽക്കുന്നുണ്ട്. ഒരു കാലത്ത് വ്യാപാരം കൊണ്ട് സമ്പന്നമായിട്ടുള്ളൊരു രാജ്യമായിരുന്നു വെനീസ്. ആ വ്യാപാരങ്ങളെല്ലാം നടന്നിരുന്നത് ഈ ഗ്രാൻഡ് കനാലിലൂടെയാണ്. സിറ്റി ഓഫ് മാസ്ക് എന്നൊരു നിക് നെയിം കൂടി നമ്മുടെ വെനീസിനുണ്ട് കേട്ടോ. കാരണം അത് വെനീസിൻ്റെ ഒരു ഓൾഡ് ട്രഡീഷൻ ആയിരുന്നു. പണ്ട് ഇവിടെ ഒരുവിധം എല്ലാവരും മാസ്ക് ധരിച്ചിരുന്നു. അത് മെയിനായിട്ട് എന്താ വെച്ചാൽ ഒന്ന് അവരുടെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുക. മറ്റൊരു കാര്യം
അവർക്കിടയിലുള്ള സോഷ്യൽ ഡിഫറൻസസിനെ റിമൂവ് ചെയ്യാൻ. പക്ഷെ പിന്നീട് മാസ്ക് ധരിക്കുന്നത് ഒരു സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് മാറി. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പല രൂപത്തിലും പല ഭാവത്തിലും പല വർണ്ണത്തിലുമുള്ള മാസ്കുകൾ കാണാൻ സാധിക്കും. നമ്മളിങ്ങനെ തെരുവിലൂടെ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ അറ്റവും നമ്മൾ ഈ കനാലിലേക്ക് എത്തും. എവിടെ തിരിഞ്ഞു നോക്കിയാലും കനാലാണ് എന്നുള്ളൊരവസ്ഥയാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇപ്പം നമ്മൾ നടക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ക്വയറായിട്ടുള്ള സെൻറ്റ് മാർക്ക് സ്ക്വയറിനെ ലക്ഷ്യമാക്കിയിട്ടാണ്. വെനീസിലേക്ക് വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഉറപ്പായിട്ടും വരുന്നൊരു സ്ക്വയറാണ് ഈ സ്ക്വയർ. ഈ കാണുന്നതാണ് ഈ സ്ക്വയറിലുള്ള സെൻറ്റ് മാർക്ക് ബസിലിക്ക. വെനീസിൻ്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന സ്ഥലമാണിത്. ഇവിടെ തന്നെ ഒരു പ്രധാന അട്രാക്ഷൻ ഈ സെൻറ്റ് മാർക്ക് ബസിലിക്കയാണ്. അതുമാത്രമല്ല ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഷോപ്പിംഗ് ഏരിയ എല്ലാം ഉണ്ട്. ഈ വാച്ച് ടവറും ഇവിടുത്തെ മറ്റൊരു പ്രധാന അട്രാക്ഷനാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രധാന അട്രാക്ഷനാണ് ഈ ക്ലോക്ക് ടവർ. ക്ലോക്ക് ടവറിൻ്റെ ഈ കാഴ്ച കാണാൻ ഓരോ ഇൻ്റർവെല്ലിലും ആൾക്കാർ തടിച്ചുകൂടാറുണ്ട്. അതിനുശേഷം നമ്മൾ ബസിലിക്കയുടെ ഉള്ളിൽ കയറിയിട്ടോ. ഭയങ്കര സ്റ്റണ്ണിങ് ആർക്കിടെക്ചർ എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് ആയിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം കൂടി ആ സ്ക്വയറിൽ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നീട് അവിടുന്ന് നമ്മൾ നേരെ പോയത് ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയിട്ടുള്ളൊരു ലൈബ്രറിയിലേക്കാണ്. ഒരു യുണീക്ക് ഡിസൈനിലുള്ള ലൈബ്രറി ആയിരുന്നു. ഇതിനുള്ളിൽ ഇവർ വെനീഷ്യൻ ഗൊണ്ടാലൊക്കെ വെച്ചിട്ടൊരു തീമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് ഹിസ്റ്റോറിക് ബുക്സൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരുപാട് പഴയ കുറേ ബുക്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പഴമയുടെ ഗന്ധം ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും. ഇതിൻ്റെ ബാക്കിലുള്ള ഈ സ്റ്റെയർ കേസും ഭയങ്കര ഫേമസ് ആണ്. സ്റ്റെപ്സൊക്കെ ബുക്സ് പോലെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇവിടുന്ന് എടുത്ത ഫോട്ടോസാണ് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ പോയെന്ന് ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെയുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും നടക്കുകയാണ്. വീണ്ടും മാസ്കിൻ്റെ ഒരുപാട് ഷോപ്സ് ഇവിടെ കാണാനുണ്ട് കേട്ടോ. ഇവിടുത്തെ ടൂറിസത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഗൊണ്ടോല റൈഡ്. 1 മണിക്കൂറിൻ്റെ റൈഡിന് ഇവർ ചാർജ് ചെയ്യുന്നത് ഏകദേശം 90 യൂറോസാണ്. ഗൊണ്ടോല റൈഡിൻ്റെ യഥാർത്ഥ ഫീല് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഗൊണ്ടോല കയറും വേണം. പക്ഷെ നമുക്ക് അത്രയും 90 യൂറോസ് കൊടുത്ത് ഗൊണ്ടോലയിൽ കയറണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏകദേശം ഒരു 5 മുതൽ 10 മിനിറ്റ് വരെയുള്ള ഒരു ചെറിയ റൈഡ് ഉണ്ട്. ഇതിൽ ഒരാൾക്ക് 2 യൂറോ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് യഥാർത്ഥ ഗൊണ്ടോല റൈഡിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ലെങ്കിലും വെനീസിൽ വന്നിട്ട് ഗൊണ്ടോലയിൽ കയറിയെന്ന് പറയാം. ഇതിൻ്റെ ആൾ പറയായിരുന്നു, അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഇൻസ്റ്റയിലേക്കുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തോളൂ എന്ന്. ഇവിടുത്തെ ഗൊണ്ടോലയ്ക്കൊക്കെ കുറച്ച് നിയമങ്ങളുണ്ട് കേട്ടോ. അതായത് അതിൻ്റെ ഉള്ളിലുള്ള സിറ്റിങ്ങിലൊക്കെ ചില കളറൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും എല്ലാം ഏകദേശം ഒരേപോലെ ആയിരിക്കണമെന്നുണ്ട്. 280 മരക്കഷ്ണങ്ങൾ അടുക്കി വെച്ചിട്ടാണ് അത്ര ഓരോ ഗൊണ്ടോലകളും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വെനീസിലെ ഏറ്റവും പ്രൗഢമായിട്ടുള്ള ജോലി എന്ന് പറയുന്നതും ഈ ഗൊണ്ടോല തുഴയലാണ്. അങ്ങനെ ഈ ക്രാഷ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ക്രാഷ് ഗൊണ്ടോല റൈഡ് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇവിടെയുള്ള തെരുവിലൂടെ നടക്കുകയാണ്. ഒഴിഞ്ഞ തെരുവായതുകൊണ്ട് തന്നെ നടക്കാൻ നല്ല സമാധാനം ഉണ്ടായിരുന്നു. ഇവിടുത്തെ പഴയ പാരമ്പര്യമൊക്കെ അവരിപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് ഇപ്പോഴും ഇത്രയും ഭംഗി. നമ്മുടെ അവിടെയുള്ള ബസ്, കാർ, ഓട്ടോ പോലെയുള്ള വാഹനങ്ങൾ പോലെയാണ് ഇവിടെയുള്ള വാട്ടർ ബോട്ടുകളുടെ അവസ്ഥ. പണ്ട് കാലത്തൊക്കെ കച്ചവടക്കാർ ഈ ഗൊണ്ടോലയിൽ സാധനങ്ങളൊക്കെ ആയിട്ട് ഓരോ വീടിന് മുന്നിൽ വരും. അങ്ങനെയാണ് അത്ര കച്ചവടം ചെയ്തിരുന്നത്. ഇവിടെയുള്ളവരിപ്പോൾ കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടർ ബോട്ടുകൾ തന്നെയാണ്. ഗൊണ്ടോല കൂടുതലും ടൂറിസം പർപ്പസാണ്. ഇപ്പോൾ വെനീസിൽ ഏകദേശം 500ഓളം ഗൊണ്ടോലകളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ളൊരു ജോലിയല്ല കേട്ടോ ഈ ഗൊണ്ടോല തുഴയിൽ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഓരോ പാലങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നിറയെ ഗൊണ്ടോലകളുണ്ട്. ഇടുങ്ങിയ കനാലുകളാണ്. അതുകൊണ്ട് തന്നെ എവിടെയും തട്ടാതെ നമ്മുടെ തല മുട്ടാതെ ഗൊണ്ടോല തുഴയുക എന്ന് പറയുന്നത് ഒരു കഠിനമായിട്ടുള്ള ജോലി തന്നെയാണ്.
ഇവരുടെ പ്രധാന ജീവിതമാർഗം ടൂറിസം ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അത് നമുക്ക് ഇവിടെ വന്നാൽ തന്നെ മനസ്സിലാവും. കാരണം ഇവിടെ കൂടുതലും ടൂറിസ്റ്റുകളാണ് ഇവിടെയുള്ള താമസക്കാരേക്കാളും. ഇത്രയൊക്കെ ബോട്ടുകളും ഗൊണ്ടോലകളൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ കളറ് നോക്കണം. നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഒരു വേസ്റ്റോ ഒന്നും നമുക്ക് വെള്ളത്തിൽ കാണാൻ സാധിക്കില്ല. അത്രയും നീറ്റായിട്ട് ഇവരിതിനെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മളിവിടെ രാവിലെ എത്തിയതാണ് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരമായി, സൺസെറ്റ് ആവാറായി. കുറച്ച് നേരം ഈ കനാലിൻ്റെ തീരത്തിരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ ബോട്ടുകൾ പോകുന്നത് മറ്റുള്ളവരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. ഓരോരുത്തർ അവരുടേതായിട്ടുള്ള ബിസി ആയിട്ടുള്ള ലൈഫിൽ ഇങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ പോലീസ് ജീപ്പിന് പകരം ബോട്ടിലൂടെ പോലീസ് ഇവിടെ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ച കാണെങ്കിൽ വെനീസിൽ തന്നെ വരണം. അറിയാലോ, ഇവിടെ സൺസെറ്റ് ആവുന്നത് 9-9:30 അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വിശക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കനാലിൻ്റെ സൈഡിലൊരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. സൂര്യൻ ഏകദേശം അസ്തമിച്ച് കഴിഞ്ഞപ്പോഴേക്കും വെനീസിൻ്റെ നിറം തന്നെ മാറി. ഈ നേരെ കാണുന്ന റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പോന്നപ്പോഴേക്കും അവിടെ വേറെ ആൾക്കാർ വന്നിരുന്നിട്ടുണ്ട്. അങ്ങനെ വെനീസിലെ ലൈറ്റ്സ് ഒക്കെ ഓണായി. നമ്മൾ പതുക്കെ ഇവിടുന്ന് മടക്കയാത്ര ആരംഭിക്കുകയാണ്. വെനീസിനോട് നമ്മൾ വിട പറയുകയായി. ഇവിടുന്ന് പോകാൻ ശരിക്കും കുറച്ച് വിഷമം തോന്നിയിട്ട് നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്ത് കണ്ടൊരു സ്ഥലം തന്നെയാണ് വെനീസ്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ റോമിൽ രാവിലെ മുതൽ രാത്രി വരെ നടക്കുകയായിരുന്നു. ശരിക്കും ഓടി നടന്ന് കാണുമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇന്ന് നമ്മൾ വെനീസിലൂടെ നടന്നിട്ടുണ്ട്. നമ്മൾ ഇന്നും ഏകദേശം 15 കിലോമീറ്ററെങ്കിലും നടന്നിട്ടുണ്ടാവും മിനിമം. പക്ഷേ ഭയങ്കര ചില്ലായി റിലാക്സ് ചെയ്ത് നടന്നൊരു സ്ഥലം തന്നെയാണ്. എന്തുകൊണ്ടാണ് ലോകത്തിൽ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ള നഗരമാണ് വെനീസ് എന്ന ആൾക്കാർ പറയുന്നത് എന്നറിയണമെങ്കിൽ ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്താൽ മതി. നമുക്കതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് കിട്ടും. തിരിച്ച് ഇവിടെ നിന്ന് നമ്മുടെ റൂമിലേക്കുള്ള ബസ്സിന് നമ്മൾ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഇതാണ് നമ്മുടെ ഇന്നത്തെ റൂം. ഇതും നമ്മൾ ബുക്ക് ചെയ്തത് എയർബിഎൻബി വഴിയാണ്. ഇന്ന് രാത്രി ആയപ്പോഴേക്കും വെനീസിൽ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. യൂറോപ്പിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ AC ഇട്ട് കിടന്നുറങ്ങുന്നത്. AC ഉള്ള റൂം കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്. നമ്മുടെ റൂമിലെ ജനലിലൂടെയുള്ള കാഴ്ച. ഇതാണ് അവിടുത്തെ ലിവിങ് റൂം. ഇവിടെ വന്നു പോകുന്ന ഗസ്റ്റ് എഴുതുന്നതാ തോന്നുന്നുണ്ട്. വാൾസിൽ നിറയെ ഇങ്ങനെയുണ്ട്. എന്തായാലും നമ്മുടെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന, എന്നെന്നും ഓർമ്മിക്കാൻ ഒരുപാട് നല്ല ഓർമ്മകൾ തരുന്ന നല്ലൊരു നഗരം തന്നെയായിരുന്നു വെനീസ്. ആ വെനീസിൻ്റെ കുറച്ചെങ്കിലും ഭംഗി നിങ്ങൾക്കും ഈ വീഡിയോസിലൂടെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. യൂറോപ്പ് സീരീസിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.